മുസ്ലിം സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മതവിരുദ്ധമല്ലെന്ന് മുസ്ലിം പണ്ഡിതനും ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറിയുമായ ഹുസൈൻ മടവൂർ. പ്രവാചകന്റെ കാലത്തും വനിതകൾ പൊതുരംഗത്ത് സജീവമായിരുന്നുവെന്നും സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നത് മതവിരുദ്ധമാണെന്ന് പറയുന്നവർ സമുദായത്തെ പിന്നോട്ട് വലിക്കുന്നവരാണെന്നും ഹുസൈൻ മടവൂർ റിപ്പോർട്ടറോട് പറഞ്ഞു. സ്ത്രീകൾക്ക് സാമൂഹ്യ പ്രവർത്തനം പൊതുപ്രവർത്തനം ആവാമെന്നതാണ്. ഖുർആനിലെവിടെയും സ്ത്രീകൾ പൊതുപ്രവർത്തനം നടത്താൻ പാടില്ല, സാമൂഹ്യ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി സ്ഥലത്ത് സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ വ്യക്തമാക്കി. ഖലീഫ ഉമറിന്റെ കാലത്ത് മാർക്കറ്റിന്റെ ചുമതല കൊടുത്തിരുന്നത് ഷിഫ ബിൻത്ത് അബ്ദുള്ള എന്ന സ്ത്രീക്കായിരുന്നു. സ്ത്രീയായ ആയിഷയാണ് ജമൽ യുദ്ധത്തിൽ ഒരു പക്ഷത്തിന് നേതൃത്വം കൊടുത്തതെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. നബിയുടെ ഭാര്യ ആയിഷയും ഒരു പക്ഷത്ത് നബിയുടെ മരുമകനായ അലിയുമായിരുന്നു. അങ്ങനെ സംഭവിച്ചു. അതിൽ ആയിഷയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ ആളുകൾ തൽഹ, സുബൈർ തുടങ്ങിയ സഹാബിമാരുണ്ട്. അവരാരും തന്നെ അതിന്റെ നേതൃത്വം ആയിഷക്കായി എന്നതിന്റെ പേരിൽ ഒരാക്ഷേപം പറഞ്ഞിട്ടില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെയും ഇത്തരം മതപണ്ഡിതന്മാർ നേരത്തെ മതവിധികൾ പുറപ്പെടുവിച്ചിരുന്നു. ഇത് മുസ്ലിം സ്ത്രീകൾക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കിയിട്ടുണ്ടെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. ഇതിൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, പണ്ട് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ പിന്തിരിപ്പിച്ചതിനേക്കാൾ വമ്പിച്ച നഷ്ടമാണ് സമൂഹത്തിനുണ്ടാവുക. റിപ്പോർട്ടർ, കോഴിക്കോട്.